ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ പോകുന്നത് ബുഡാപെസ്റ്റ് കാസിൽ കാണാനാണ്. എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ശരിക്കും പറഞ്ഞാൽ ഒരു ദിവസം നമുക്ക് ഫുള്ളായിട്ട് നമുക്കിവിടെ ടൈം സ്പെൻഡ് ചെയ്യാനുണ്ടെന്നുണ്ടെങ്കിൽ രാവിലെ പതുക്കെ നടന്ന് ഇവിടെ കയറിയാൽ മതി. അപ്പോൾ ഈ 15 യൂറോ മുടക്കാതെ തന്നെ നമുക്ക് സുഖമായിട്ട് ഇവരൊക്കെ നടന്ന് ഇങ്ങനെ വന്ന് ഇവിടെ എല്ലാം കണ്ട് വളരെ പതുക്കെ കാസിലിന് അങ്ങോട്ട് ഇങ്ങനെ നടന്ന് കയറി ഇതെല്ലാം കണ്ട് ഈ പറയുന്ന 15 യൂറോ മുടക്കാതെ തന്നെ നമുക്കിവിടെ വരാം. പക്ഷെ ഒരു ദിവസം ഇതിനു വേണ്ടി മാറ്റി വെക്കണം ഈ ഒരു കാസിൽ വിസിറ്റ് എന്ന് പറഞ്ഞ്. അങ്ങനെയാണെങ്കിൽ രാവിലെ മുതൽ ഇറങ്ങിയാൽ ഒരു 4 മണിയാകുമ്പോഴത്തേക്ക് എല്ലാം കണ്ട് താഴെ ഇറങ്ങിച്ചെല്ലാം. പിന്നെ സിറ്റിങ് കാണാം. ഒരു 3 ദിവസത്തെ ട്രിപ്പ് ഏറ്റവും മിനിമം ബുഡാപെസ്റ്റ് വിസിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ മനസ്സിൽ വെച്ച് വേണം വരാൻ. പിന്നെ അതിനുള്ളത് കാണാൻ ഇവിടെ ഉണ്ട്. നമ്മുടെ വണ്ടി വന്നു. നമ്മളിനി അടുത്ത ഡെസ്റ്റിനേഷനിലോട്ട് പോവാം. അതിന് ഇവിടെ നിന്ന് അടുത്ത പ്ലേസിലോട്ട് പോവാം. റെസ്റ്റോറൻറ്റുകളും കോഫി ഷോപ്പുകളും ഒക്കെ നമുക്ക് ഇടയ്ക്ക് റിഫ്രഷ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെയൊക്കെ ഇരുന്ന് പതുക്കെ പോകാം. പബ്ലിക് ട്രാൻസ്പോർട്ടും പോകുന്നുണ്ട്. ഇടയിലൊക്കെ ചെറിയ ഇതുപോലത്തെ ബിൽഡിങ്സുകളെല്ലാം കാണുന്നത് ഹോട്ടൽസൊക്കെയാണ്. നമ്മുടെ സെക്കൻഡ് സ്റ്റോപ്പ് എന്ന് പറയുന്നത് ഇതാണ്, ബുദ ടവർ ഓൾഡ് ടൗൺ. ഇവിടെ ഇങ്ങനെ ഒരു സംഭവമുണ്ട്, ഒരു ടവർ പോലെ. ഇതായിരിക്കണം ഓൾഡ് ടവർ. ഇത് 1686 എന്തോ നിർമ്മിച്ച, 1686. ജസ്റ്റ് ഇമാജിൻ. അപ്പോൾ എത്ര വർഷം പഴയതാണ് ഈ ഒരു ടവറെന്ന്. അതുപോലെ തന്നെ ഈ കാണുന്നത് മിനിസ്ട്രിയുടെ ഓഫീസാണ്, മിനിസ്റ്റോറിയം. കണ്ടോ, അവിടെ 2 സെക്യൂരിറ്റി പോലീസ് ഇങ്ങനെ പട്ടാളം പോലത്തെ ടീം അവിടെ ഇങ്ങനെ നിൽപ്പുണ്ട്. അവർ ചലിക്കുന്ന പോലും ഇല്ല എന്നുള്ളതാണ് അവരുടെ ആ ഒരു ബോഡി ലാംഗ്വേജ്. ഇവിടെ യൂറോപ്പിൽ പലയിടത്തും അതുപോലത്തെ ഇങ്ങനത്തെ ഗാർഡ്സിനെ നമുക്ക് കാണാൻ പറ്റും. ഒട്ടും ചലിക്കാതെ ഇങ്ങനെ സ്റ്റഡിയായിട്ട് ഇങ്ങനെ നിൽക്കുന്നത്. നമ്മളിതാ ഇതുപോലത്തെ കാസിൽ ബസ്സിലാണ് ഇപ്പം ഇവിടെ വന്നത്. ഈ വണ്ടി ഇങ്ങനെ വന്നിട്ടേ ഇരിക്കും, നമ്മളെ ഇങ്ങനെ കറക്കിയിട്ടേ ഇരിക്കും. ഒരു അനങ്ങുന്നില്ല എന്നുള്ളതാണ്. ഹംഗേറിയൻ ലോക്കൽസിൻ്റെ ഒക്കെ വീടുകളായത്. ഇത് ശരിക്കും കഴിഞ്ഞാൽ മിനിസ്ട്രി ഉണ്ട് ഇതിനകത്ത് തന്നെ. പണ്ടത്തെ ആ ഒരു പീരങ്കി പോലത്തെ സംഭവങ്ങളൊക്കെ ഇതാ ഇവിടെ വെച്ചിരിക്കുന്നുണ്ടോ. അത്യാവശ്യം വലിയൊരു ഏരിയയാണ്. ഒരു 5-6-7 കിലോമീറ്ററിൽ ഇങ്ങനെ സറൗണ്ടിങ് കിടക്കുന്ന ഒരു സംഭവമാണിത്, ഈ കാസിൽ റീജിയൻ. നമ്മളുടെ അടുത്ത ഡെസ്റ്റിനേഷൻ റോയൽ പാലസ്. ഇങ്ങോട്ടാണ് ഇപ്പോൾ പോകുന്നത്. ഇന്ന് ഭയങ്കര ഒരു മീറ്റിംഗ് നടക്കുമെന്ന് തോന്നുന്നു. അതുകൊണ്ട് ഇവിടെ എല്ലാം പോലീസുണ്ട്. നമ്മളിവിടെ നിന്ന് അത് ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നല്ലേ? അല്ല, നമ്മളങ്ങനെ കാസിലിൻ്റെ ആ ഒരു ഭാഗത്തെത്തി. ഇതാണ് കാസിൽ. ഹംഗേറിയൻ രാജാക്കന്മാരൊക്കെ താമസിച്ചിരുന്ന ഒരു ഹിസ്റ്റോറിക്കൽ പ്ലേസാണിത്. ഇപ്പോൾ വന്നിട്ടിരിക്കുന്നത് ഈ കാസിലിൻ്റെ ആ സറൗണ്ടിങ് ഭാഗത്താണ്. ഈ ബുഡാപെസ്റ്റ് എന്ന് പറയുന്ന ഇന്ന് നമ്മൾ കാണുന്ന ഈ ഒരു ടൗൺ ഈ പേരിൽ അറിയപ്പെടുന്നത് പണ്ട് 2 പേരിലായിരുന്നു. ഒന്ന് ബുഡ ഒന്ന് പെസ്റ്റ് എന്ന് പറഞ്ഞിട്ട് 2 സ്ഥലമായിരുന്നു. ഇന്നിപ്പോൾ അറിയപ്പെടുന്ന ഈ ബുഡാപെസ്റ്റ്. അതുപോലെ തന്നെ ഈ ഒരു കാസിലിന് വളരെ വർഷങ്ങളുടെ ഹിസ്റ്ററി പറയാനുള്ള ഒരു ഇതാണ്. നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം, ചില ഭാഗങ്ങളൊക്കെ ഒരു ന്യൂലി ബിൽഡപ്പ് ചെയ്തിട്ടുണ്ട്. ഇതുപോലത്തെ ഭാഗങ്ങളൊക്കെ ന്യൂലി ബിൽഡപ്പാണ്. പക്ഷേ പല കെട്ടിടങ്ങളും ഇതുപോലത്തെ ബിഗ് ഇതും എല്ലാം പഴയ
വർഷങ്ങൾ പഴയ ആ ഒരു പഴമ നമുക്ക് കാണാം, അതിൻ്റെ ഒരു പ്രൗഢി. ഇവിടെ ഒത്തിരി ഫോറിൻ ടൂറിസ്റ്റുകൾ വന്നു പോകുന്ന പ്ലേസ്. അതായത് ബുഡാപെസ്റ്റിൽ വന്നു കഴിഞ്ഞാൽ ഒരു ദിവസം നമ്മൾ ഈ കാസിൽ കാണാൻ വേണ്ടി തന്നെ മാറ്റി വെക്കണം. കാസിലും പരിസരവും അതുപോലെ തന്നെ ഇതിൻ്റെ ക്ലൈമറ്റും ആ ഒരു കാമാൻ കോറ്റ് അന്തരീക്ഷമൊക്കെ ശരിക്കും എൻജോയ് ചെയ്ത് നമുക്ക് ഇതുവഴി നടന്ന് ഇതെല്ലാം കണ്ട് നമുക്ക് തിരിച്ചു പോകാൻ പറ്റിയ ഒരു സ്ഥലമാണ് ഇത്. അതായത് നമ്മളിപ്പോൾ ഈ ഒരു കാസിലിൽ വന്നിട്ട് ഇതിൻ്റെ ചില ഭാഗങ്ങളിലോട്ടൊക്കെ നമുക്ക് കയറണമെങ്കിൽ 2-3 വിങ് ഉണ്ട്, സെപ്പറേറ്റ് വിങ്ങുകളുണ്ട്. ആ വിങ്ങിലോട്ടൊക്കെ കയറണമെന്നുണ്ടെങ്കിൽ ഇതിനകത്തൂടെ മേലോട്ടൊക്കെ കയറുന്ന ടിക്കറ്റ് വേണം. അത് നമുക്ക് ഓൺലൈനിൽ കൂടി എടുക്കാം. അല്ലെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ബുഡാപെസ്റ്റ് കാർഡ് എന്താ പറഞ്ഞൊരു സംഭവം അത് നമുക്ക് വാങ്ങാം. അങ്ങനെ നമുക്ക് ഇതിനകത്ത് കയറണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ പാസ് എടുത്ത് വേണം കയറാൻ 2-3 സെഗ്മെൻറ്റിലോട്ട്. അല്ലാത്തടത്തോട്ടൊക്കെ നമുക്കിങ്ങനെ ഇതുവഴി ജനറലി നമുക്ക് കണ്ടുപോകാം. ഇതൊരു കോഫി ഷോപ്പ് പോലെ അവർ സെറ്റ് ചെയ്തിരിക്കുക. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഈ പാലസിൻ്റെ ഉൾഭാഗത്താണ്. കാസിലിൻ്റെ ഉൾഭാഗമാണിത്. ഇവിടെയൊക്കെ എന്തൊക്കെയോ കൺസ്ട്രക്ഷൻ നടക്കുന്നുണ്ട് പുതുതായിട്ട്. ഇത് ഈ കാസിലിൻ്റെ ഒരു ഇടനാഴി പോലത്തെ ഒരു പ്ലേസാണ്. ഇവിടെ എല്ലാം പല ഭാഗങ്ങളായിട്ട് സെക്യൂരിറ്റി നിൽപ്പുണ്ട്. ഇതാണ് കാസിലിൻ്റെ ആ ഫ്രണ്ട് ഭാഗം. നമ്മൾ അങ്ങ് താഴേന്ന് കാണുന്ന ആ ഒരു കാസിലിൻ്റെ തൊട്ട് അടുത്ത് നമ്മൾ വന്ന് നിൽക്കുന്ന ഈ ഒരു ഭാഗം. നമുക്കങ്ങ് ദൂരെ കാണാം പാർലമെൻറ്റ്, ഇവിടുത്തെ ഹംഗേറിയൻ പാർലമെൻറ്റ്, അതുപോലെ തന്നെ ദനൂബ് നദി. പാലത്തെ കൂടെയാണ് നടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ 1-2 പ്രാവശ്യം പോയത്. ചെയിൻ ബ്രിഡ്ജ്. ഈ ബ്രിഡ്ജിൽ കൂടെ ഒക്കെ നമ്മൾ പോയിരുന്നു, അങ്ങേയറ്റത്തെ ആ ബ്രിഡ്ജിൽ കൂടെ. ഇതിലൂടെയാണ് നമ്മൾ ആ ബോട്ട് യാത്ര ചെയ്തത്. ഈ കാണുന്നത് ഹംഗേറിയൻ നാഷണൽ ഗാലറിയാണ്, മ്യൂസിയം പോലെ. നമുക്ക് അതിനകത്ത് കയറി കഴിഞ്ഞാൽ ഇതിൻ്റെ ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ കാണാം. അതിന് ടിക്കറ്റ് എടുത്ത് വേണം അകത്തോട്ട് കയറാൻ. ഇതൊക്കെ പഴയ വർഷങ്ങൾക്ക് മുമ്പ് 100, 200, 300, 400 വർഷങ്ങൾക്ക് മുമ്പുള്ള അത് അവർ കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചിരിക്കുന്ന സംഭവങ്ങളാണ്. കാസിലിൻ്റെ ആ ഒറിജിനാലിറ്റി അതേപോലെ തന്നെ അവർ കാത്തു സൂക്ഷിച്ചിട്ടുണ്ടെന്നുള്ള. നമ്മളങ്ങനെ കാസിലൊക്കെ കണ്ടു കഴിഞ്ഞാൽ അവിടെ നിന്ന് ഇറങ്ങി ഇപ്പം നമ്മൾ നേരെ ഇപ്പം ബിഗ് ബസ്സിൽ കയറി സിറ്റി മുഴുവൻ ഒന്നുകൂടെ ഒന്ന് കറങ്ങാൻ വേണ്ടി നമ്മൾ പോവുകയാണ്. നമുക്ക് ഇവിടെ നിന്ന് ചെയിൻ ബ്രിഡ്ജ് ഇവിടെ നിന്ന് കാണാൻ സാധിക്കും. ഈ ഒരു സിറ്റി കൂടെ തന്നെയാണ് 3-4 ദിവസമായിട്ട് നമ്മൾ കറങ്ങിയിട്ടേ ഇരിക്കുന്നത്. നമ്മളങ്ങനെ തിരികെ എവിടെ കയറിയോ അവിടെ വന്ന് ഇറങ്ങി നമ്മൾ നേരെ സിറ്റി കറങ്ങി കാണാൻ പോവുകയാണ്.
ബസ്സൊക്കെ കയറി പോയത്. സിറ്റിക്കുള്ളിലെ സ്പീഡെന്ന് പറയുന്നത് 50 കിലോമീറ്ററും അതുപോലെ തന്നെ വളരെ നാരോ റോഡുകളുമാണ്. വളരെ സൂക്ഷിച്ച് നമ്മൾ ഇതിൻ്റെ സിറ്റിയുടെ കറക്റ്റ് ആ സിഗ്നൽസും കാര്യങ്ങളും നോക്കി തന്നെ ഓടിച്ചില്ല എങ്കിൽ ഇവിടെ നമുക്ക് ഫൈൻ കിട്ടാനുള്ള വകുപ്പുണ്ട്. കാരണം ഇത് നമുക്ക് ഇവിടെ നിന്ന് കാണാം, സിംഗിൾ ലൈനിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാത്രം പോകുന്ന ചെറിയ ചെറിയ വഴികളാണ്. ഇതിനിടയ്ക്ക് കാണുന്നുണ്ട് സൈക്കിളിൻ്റെ ട്രാക്കുണ്ട്. അപ്പം നമ്മൾ വളരെ ശ്രദ്ധിച്ച് ഓടിക്കണം ഇവിടെ. ഞാനിപ്പോൾ വണ്ടി എടുത്തിട്ട് ഇങ്ങോട്ട് ഓടിച്ചപ്പോഴെനിക്ക് മനസ്സിലായി നമ്മുടെ ആ ഒരു റൂമിലോട്ടൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ ശരിക്കും വളരെ ശ്രദ്ധിച്ച് നല്ല ടാസ്ക്കാണ് വണ്ടി ഓടിക്കുക എന്നുള്ളത്. സിറ്റിക്കുള്ളിൽ അത്രയും കൺജസ്റ്റഡാണ് വഴികളൊക്കെ. ഒരു വണ്ടി കഷ്ടിച്ച് പോകാനുള്ള വീതിയേ ഉള്ളൂ. നമ്മളങ്ങനെ സിറ്റി കൂടെ ഇങ്ങനെ കറങ്ങി പോകാൻ ആ കാണുന്ന 2 മിനാരങ്ങൾ കാണുന്നത് ജൂതന്മാരുടെ സിനഗോഗ് എന്ന് പറയുന്ന അവരുടെ പ്രാർത്ഥനാ കേന്ദ്രമാണ്. ചർച്ച് അതുപോലെ തന്നെ മോസ്ക് എന്നൊക്കെ പറഞ്ഞ പോലെ സിനഗോഗ്. ഇവിടുത്തെ ഈ സിനഗോഗ് ലോകത്തെ തന്നെ ഇസ്രയേലികൾ എപ്പോഴും വന്ന് സന്ദർശിക്കുന്ന ഒരു സിനഗോഗാണെന്നാണ് അറിയാൻ സാധിച്ചത്. ഇവിടുത്തെ പണ്ടത്തെ ജൂത ഹത്യകളും കാര്യങ്ങളും ഒക്കെ ഇതിനകത്ത് അവർ ഓർമ്മിപ്പിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് ബുഡാപെസ്റ്റിൽ. അപ്പം ഇവിടെ വരുന്ന ജൂതന്മാർ ചെറിയ തൊപ്പിയൊക്കെ വെച്ചിട്ട് വരുന്ന ആ ജൂതന്മാർ ഇഷ്ടംപോലെ ഉണ്ട് ഇവിടെ. ഇവിടെ ശരിക്കും പറഞ്ഞാൽ പണ്ട് ജൂത സെറ്റിൽമെൻറ്റ് ഉള്ള സ്ഥലങ്ങളായിരുന്നു. ഹിറ്റ്ലർ കൊന്നൊടുക്കിയ ജൂത ചരിത്രമല്ലേ ഇവിടെ ഉള്ളത്. അവിടെ ആ സൈഡിൽ വിരാസത്ത് എന്ന് പറഞ്ഞൊരു പഞ്ചാബി റെസ്റ്റോറൻറ്റ് കണ്ടു. ഞാനിപ്പോൾ ഇതുവഴി വരുമ്പോൾ ആദ്യമായിട്ടാണ് ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് കാണുന്നത്. വിരാസത്ത് പേര്. ഹോസ്റ്റൽസൊക്കെ വളരെ വില കുറച്ച് നമുക്ക് അഫോർഡബിൾ റേറ്റ് റൂമൊക്കെ കിട്ടും ഹോസ്റ്റലിൽ. അതുപോലെ ഹോട്ടൽ റേറ്റ് എന്ന് പറയുന്നത് ഇവിടെ ഒരു അത്യാവശ്യം ഒരു 4 സ്റ്റാർ പ്രോപ്പർട്ടിയിലൊക്കെ ഒരു 70 മുതൽ 100 യൂറോ വരെയാണ് ചാർജ് വരുന്നത്. ഇവിടെ വന്നു കഴിഞ്ഞാൽ മസ്റ്റ് ട്രൈ ചെയ്യേണ്ട ഫുഡ് എന്ന് പറയുന്നത് വന്നിട്ട് ഇവിടുത്തെ ചിമ്നി കേക്ക്, പിന്നെ അതുപോലെ തന്നെ ഗുലാഷ് ഒരു ഡിഷുണ്ട്, ഗുലാഷ് എന്ന് പറഞ്ഞിട്ട്. അത് മസ്റ്റായിട്ട് നമുക്ക് ട്രൈ ചെയ്യാം മീറ്റൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക്. അതുപോലെ തന്നെ ലാഗോസ് എന്ന് പറഞ്ഞിട്ട് ഈ പിസയുടെ മേളിൽ ഇവരുടേതായിട്ട് എന്തോ ഒരു സംഭവം ചെയ്യുന്നുണ്ട്. അതും ഇവിടുത്തെ ഒരു സ്പെഷ്യലാണ്. ലെഫ്റ്റ് സൈഡിൽ കൂടെ ഇങ്ങോട്ട് വന്നത് നമ്മൾ സിറ്റി സെൻറ്ററിൻ്റെ അങ്ങോട്ട് തന്നെ പിന്നെയും പോയിക്കൊണ്ടിരിക്കുന്നത്. നല്ല വെയിലുണ്ട്. ബട്ട് വെയിലുണ്ടെങ്കിലും തണുപ്പിന് യാതൊരു കുറവുമില്ല, തണുപ്പുണ്ട്. ഇങ്ങനെ ബസ്സിൽ തന്നെ നമുക്ക് വേണമെന്നുണ്ട് ഒരു ദിവസം ഇങ്ങനെ ഇവിടെ സിറ്റി മുഴുവൻ കറങ്ങി ഇങ്ങനെ കണ്ടിട്ട് ഇങ്ങനെ പോകാം. അടിപൊളിയാണ്. ഇങ്ങനെ ഇരുന്നാൽ മതി. സിറ്റി വൈബ് ശരിക്കും അറിയാൻ പറ്റും. ഇതുവഴി തന്നെ ഞാനിപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു 3, 4, 5 തവണ ഈ ഒരു ഏരിയ കൂടെ തന്നെ നടന്നു വന്നിട്ടുണ്ട് ഈ ചെറിയ 2 ദിവസങ്ങളിൽ. ഹോപ്പ് ഓഫ് രാവിലെ 9 തൊട്ട് വൈകിട്ട് 6 മണി വരെയാണ് ഇവരുടെ സർവീസ്. അപ്പം മാക്സിമം ഇത് കയറാൻ ഉള്ള ഒരു പ്ലാനിങ്ങിൽ വരുന്നെങ്കിൽ രാവിലെ തന്നെ 9 മണിക്ക് തന്നെ ഇത് കയറണം. കാര്യം മാക്സിമം ഇത് യൂട്ടിലൈസ് ചെയ്തില്ല എങ്കിൽ ഇതിൽ ടിക്കറ്റ് എടുക്കുന്നത് നഷ്ടമാണ്. അല്ലെങ്കിൽ പിന്നെ പബ്ലിക് ട്രാൻസ്പോർട്ടിൽ 3 ദിവസത്തേക്ക് ടിക്കറ്റ് എടുക്കുക, എന്നിട്ട് അതിൽ കറങ്ങുക. വളരെ ഈസിയാണ് ബുഡാപെസ്റ്റ് സിറ്റി എന്ന് പറയുന്നത്. വലിയ ഡിഫിക്കൽട്ടീസ് ഒന്നും ബുഡാപെസ്റ്റ് സിറ്റി ഇല്ല. ഒന്ന് കറങ്ങി ഒരു പ്രാവശ്യം ഒന്ന് കറങ്ങി കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സിറ്റിയാണ് ബുഡാപെസ്റ്റ്. ബുഡാപെസ്റ്റിലെ ഓപ്പറ ഹൗസ്. ബാങ്ക് ഓഫ് ചൈന. ഇവിടെ 1-2 പ്ലേസ് ഞാൻ കണ്ടു ഇതുപോലെ ബാങ്ക് ഓഫ് ചൈന എന്ന് പറഞ്ഞിട്ടുണ്ട്. ചൈന ഇൻവെസ്റ്റ്മെൻറ്റ് ഇവിടെ ഒത്തിരി ഉണ്ടെന്ന് തോന്നുന്നു. ഇത് ബോൾട്ട് ടാക്സി അത്ര എക്സ്പെൻസീവ് അല്ല എന്ന് പറയാൻ പറ്റില്ല. ഒരു ആവറേജ് പ്രൈസാണ്. മിനിമം അകത്തെ യാത്ര ചെയ്യുന്നതിന് ഒരു 3 to 4 യൂറോ കൊടുക്കണം.
സൈഡിൽ നിന്ന് കണ്ട ആ ഒരു സ്ക്വയറാണിത്. ഇതൊരു ഫേമസ് ഇവിടുത്തെ ഒരു ടൂറിസ്റ്റിക് പ്ലേസാണ്, സ്പോട്ട്. അത് ടൂറിസ്റ്റുകൾ വന്നു കഴിഞ്ഞാൽ ഈ സ്ക്വയറിൽ വരും. ആ ബസ്സിൽ കണ്ട ആ ഒരു ഭാഗത്ത് നമ്മൾ വീഡിയോ എടുത്തിങ്ങനെ വന്നിരുന്ന ആ റോഡിൽ കൂടെയാണ് വന്നത്. ഇപ്പോൾ നമ്മളിവിടെ ഇറങ്ങി. ഇതാണ് ഹീറോ സ്ക്വയർ, അതായത് വാർ മെമ്മോറിയൽ ആണ് ഈ ഹീറോ സ്ക്വയറിൻ്റെ ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഹിസ്റ്ററിക്കൽ ആയിട്ടുള്ള സംഭവങ്ങൾ വെച്ചിട്ടുള്ള ബുഡാപെസ്റ്റിൻ്റെ എന്തോ ചരിത്രം പറയുന്ന കാര്യങ്ങളാണ് ഈ ഒരു ഹീറോ സ്ക്വയറിലൂടെ അവർ ഉദ്ദേശിക്കുന്നത്. ഇതിൻ്റെ ബാക്ക് സൈഡിലൊക്കെ നല്ല രസമുള്ള ഓൾഡ് ടൈപ്പ് ബിൽഡിങ്സുകൾ കാണാം. നല്ല രസമാണ് കാണാൻ. വളരെ പുരാതനമായ ആർക്കിടെക്ചർ ബിൽഡിങ്ങൊക്കെ അതിൻ്റെ ബാക്കിൽ കാണാം. അതുപോലെ തന്നെ നമുക്ക് എയർ ബലൂണും ഉണ്ട് അവിടെ. ഇവിടുന്ന് കുറച്ച് മുന്നോട്ട് പോയിട്ട് നടന്ന് അകത്തോട്ട് ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് എയർ ബലൂണെ കയറണമെന്നുണ്ടെങ്കിൽ എയർ ബലൂണെ കയറാം. അവിടെ എയർ ബലൂൺ താഴെ ഇപ്പം ലാൻഡ് ചെയ്ത് നിൽപ്പുണ്ട്. ചെറുതായിട്ട് അത് പൊങ്ങി പൊങ്ങി വരുന്നുണ്ട്. കണ്ടോ? ഇപ്പം ക്ലൈമറ്റ് ഒരു 5 ഡിഗ്രി ആ ഒരു തണുപ്പുണ്ട് ഇവിടെ. നമ്മളിനി ഇവിടെ നിന്നൊരു ലോക്കൽ മാർക്കറ്റിലോട്ടാണ് പോകുന്നത്. നേരെ അങ്ങോട്ട് പോകാം. ഇവിടെ ഒരു മാർക്കറ്റിലോട്ട് വന്നാണ്. ഇതൊരു മാർക്കറ്റാണ്. നമുക്ക് ഒന്ന് കറങ്ങി വരാം മാർക്കറ്റിനകത്ത്. ഒരു മാർക്കറ്റാണിത്. ഇവിടെ എല്ലാ സംഭവങ്ങളും കിട്ടും. ഫുഡ് ഐറ്റംസ്, ഡ്രിങ്ക്സ്, അങ്ങനെ എല്ലാം. ഓൾമോസ്റ്റ് 6 മണി 7 മണിക്ക് എന്തോ ഇത് അടയ്ക്കും കട. ഫ്രഷ് മീറ്റുകൾ ഒക്കെ ആയിട്ട്. നമ്മുടെ നാട്ടിലെ മാർക്കറ്റൊക്കെ പറയത്തില്ലേ, ചന്ത എന്ന് പറയത്തില്ലേ, പക്ഷേ ഇവിടുത്തെ ആ മാർക്കറ്റ് കാണാൻ ഒരു ഷോപ്പിംഗ് മോളിൽ പോയ ലുക്കാന്നേ ഉള്ളൂ. ഇതാ ചന്ത എന്ന് പറഞ്ഞാൽ സംഭവമാണ്. ഇതിനകത്ത് മിക്സായിട്ട് കിട്ടും. ഹംഗറിയിലെ സ്പെഷ്യൽ സംഭവമാണിത്. പപ്രിക്ക. ഇത് സാധനം, ഇത് മുളകാന്ന് തോന്നുന്നു. മുളകാ, അത് പപ്രിക്ക. നമ്മളങ്ങനെ കറങ്ങി ഇതിൻ്റെ ഫസ്റ്റ് ഫ്ലോറിൽ വന്നു. ഫസ്റ്റ് ഫ്ലോറിലും ഇതുപോലൊക്കെ എന്തൊക്കെയോ സംഭവങ്ങളാണ്. മാർക്കറ്റിൻ്റെ വ്യൂ ഇങ്ങനെയാണ്. നമ്മളിപ്പോൾ താഴെ കൂടെ ഒക്കെ നടന്ന് ഇങ്ങനെ മുകളിലെത്തിയത് ഇവിടെ. അതായത് നമ്മളിപ്പോൾ ഇതുവഴി ഒന്ന് പോയി കറങ്ങി അടിച്ചങ്ങ് പോകാൻ വേണ്ടി മാർക്കറ്റിൽ വന്ന് ഇവിടുത്തെ ആ ഒരു സ്പെഷ്യൽ ഹംഗേറിയൻ മുളക് പൊടി പപ്രിക്ക എന്ന് പറഞ്ഞാൽ സംഭവം വാങ്ങി ജസ്റ്റ് ട്രൈ ചെയ്യാൻ. ഇവിടുത്തെ ആ ഗുലാഷും അതുമൊക്കെ ഇവിടുത്തെ സ്പെഷ്യൽ സംഭവങ്ങളാണ്. ഇതും എന്തോ ഒരു സാധനമുണ്ട്, കോൽ ബൈസ്. ഇത് ഇവിടുത്തെ ഒരു സ്പെഷ്യലാണ്. പിന്നെ ഫൊറാൾട്ട് ഫോർ മുൾഡ് വൈൻ, അങ്ങനെ ഒരു സംഭവമുണ്ട്. ആൾക്കാരെല്ലാം ഇങ്ങനെ വന്നിരുന്ന് കഴിക്കുന്നുണ്ടല്ലേ. ഇതൊക്കെ ഇവിടുത്തെ ലോക്കൽസും ഉണ്ട്, മോസ്റ്റ്ലി ഫോറിനേഴ്സും ഉണ്ട്, ടൂറിസ്റ്റും. ഇതുപോലെ സോസേജും കാര്യങ്ങളൊക്കെ ഇവിടുത്തെ ഒരു സ്പെഷ്യാലിറ്റികളാണ്. സംഭവങ്ങൾ ചിക്കനേ ഇല്ല ഇവിടെ, എല്ലാം പിന്നെ പോർക്കും അതുപോലെ തന്നെ ബീഫുമാണ് മോസ്റ്റ്ലി. ചിക്കൻ കുറവാണ് ഇവരുടെ അടുത്ത്. ഈ ഒരു ബാഗിൻ്റെ വില എന്ന് പറയുന്നത് 19,000 എന്ന് വെച്ചാൽ നിയർ അബൌട്ട് 50 യൂറോ. ക്വൈറ്റ് എക്സ്പെൻസീവ് ആണ്. ഇതുപോലെ മാർക്കറ്റാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, എക്സ്പെൻസീവ് ആണ്. എനിക്ക് തോന്നുന്നത് ഇവിടെ ഏറ്റവും കൂടുതൽ ഇങ്ങനെ ടൂറിസ്റ്റ് വരുന്നതുകൊണ്ട്, പ്രത്യേകിച്ച് യൂറോപ്യൻ ടൂറിസ്റ്റുകളൊക്കെ വരുമ്പോഴത്തേക്ക് അവരെ സംബന്ധിച്ച് 50 യൂറോ 100 യൂറോ എന്ന് പറയുന്ന ഒരു വലിയ സംഭവമായിട്ട് തോന്നാത്തതുകൊണ്ട് അവർ വാങ്ങുമായിരിക്കും. അതുകൊണ്ടാണ് ഈ മാർക്കറ്റ് അത്ര ഒരു ചീപ്പ് മാർക്കറ്റല്ല, എക്സ്പെൻസീവാണ് ഇവിടെ.
അതായത് ടൂറിസ്റ്റ് ട്രാപ്പ് എന്ന് പറയില്ലേ, അത് ആ പറഞ്ഞ മാതിരി ടൂറിസ്റ്റുകൾ വന്ന് ട്രാപ്പായി പോകുന്ന അതുപോലത്തെ മാർക്കറ്റ്. ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ഒരു സംഭവം കണ്ടിട്ട് വാങ്ങാവൂ. നമുക്ക് ആവശ്യമില്ലെന്ന് തോന്നിയാൽ കാണുക, എൻജോയ് ചെയ്യുക, വിട്ട് കളയുക. കേക്ക് ഇവിടുന്ന് മേടിച്ചു. ഒരു പ്ലമ്മിൻ്റെയും ഒരു വേറെ ഒരു ഇത് ഫില്ലിംഗ് ഉള്ളത് അടിപൊളിയായിരുന്നു. അറൗണ്ട് €2 ഈച്ച്. വറ്റൽ മുളക് കിടക്കുന്നതുണ്ടോ? ഇത് ഹംഗേറിയൻ സ്പെഷ്യൽ മുളകാണ്. ഇവിടെ ഉണക്കമുളക് ആ മേളിൽ കിടക്കുന്നത് വിൽക്കാനിട്ടിരിക്കുന്ന ഹംഗേറിയൻ്റെ ട്രഡീഷണൽ ഹെർബൽ ലിക്കർ യുനീക്കും. നമ്മൾ റെസ്റ്റോറൻറ്റിൽ കയറി. ഇന്ന് നമ്മൾ കയറിയിരിക്കുന്നത് ഒരു ഏഷ്യൻ റെസ്റ്റോറൻറ്റിലാണ്. നമ്മൾ കുറേ സാധനങ്ങൾ ഓർഡർ ചെയ്തു. ഞാൻ ഓർഡർ ചെയ്ത ബീഫ് ബിസ്ക്കറ്റ് വിത്ത് റൈസ്, ചക്കു ഓർഡർ ചെയ്തത് അതുപോലെ തന്നെ ബീഫ് റാമൻ, പിന്നെ ഇവൾ ഓർഡർ ചെയ്തത് വെജിറ്റബിൾ എന്തോ ഫ്രൈഡ് റൈസ് ആൻഡ് ഒരു വെജിറ്റബിൾ സൂപ്പ്. അങ്ങനെ ഓർഡർ പ്ലേസ് ചെയ്തിട്ട് ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നു. നമ്മളങ്ങനെ സിറ്റി എല്ലാം കറങ്ങി അടിച്ച് ഡിന്നറെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ നിന്ന് മൂവ് ചെയ്തു. ഇനിയിപ്പോൾ നമ്മൾ നേരെ നമ്മുടെ ഹോട്ടലിലോട്ട്. നാളെ നമ്മൾ ഇവിടെ നിന്ന് അടുത്ത രാജ്യത്തോട്ടാണ് പോവുക. ഇവിടെ ഒരു അപ്പൂപ്പൻ നിന്നിട്ട് ഒരു മ്യൂസിക് ഇൻസ്ട്രുമെൻ്റ് വായിക്കുന്നുണ്ട്. ഒരു സ്ട്രിങ് ഒക്കെ ഉള്ളൊരു മ്യൂസിക് ഇൻസ്ട്രുമെൻ്റ്. ഞാൻ ആദ്യമായിട്ട് കാണും ആ ടൈപ്പ്. സിറ്റി സെൻറ്റർ ഏരിയയാണ്. ആൾക്കാരെല്ലാം വന്നിരിക്കുന്നത്. അതുപോലെ ഈവനിങ് ടൈമൊക്കെ സ്പെൻഡ് ചെയ്യുന്ന ഒരു ഏരിയയാണിത്. ഇവിടുത്തെ നാഷണൽ മ്യൂസിയം, ഹംഗേറിയൻ നാഷണൽ മ്യൂസിയം. ഇത് നമ്മളിപ്പോൾ ഇങ്ങനെ നടന്നു വരുന്നവർ കണ്ടാണ്. നേരത്തെ ആ ഒരു സിറ്റി ബസ്സിൽ പോകുമ്പം കണ്ടിരുന്നു. പിന്നെ ഇപ്പോൾ സിറ്റിക്കകത്തോട്ട് ഇങ്ങനെ നടക്കാമെന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഒട്ടും നമുക്കൊരു ക്ഷീണം തോന്നില്ല. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ നമ്മൾ സിറ്റിക്കുള്ളിൽ കൂടി ഇങ്ങനെ നടക്കണം. അപ്പം നമുക്ക് ഈ ഒരു പ്ലേസുമായിട്ട് കുറേം കൂടെ ഒരു കണക്ഷൻ കിട്ടും. തണുപ്പുണ്ട്, അതിനുള്ള ഒരു ക്ലോത്തിങ്ങും കാര്യങ്ങളൊക്കെ നമ്മൾ ഇട്ട് വേണം ഇറങ്ങാനേ ഉള്ളൂ. നമുക്കിനി ബ്രാറ്റിസ്ലാവയിലോട്ട് പോകുന്ന ട്രിപ്പുമായിട്ട് അടുത്ത വീഡിയോ കാണാം.